പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ മരുന്നുകളുടെ വില അതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായില്ല. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജനറിക് മരുന്നുകൾ വില കുറഞ്ഞ് നേരിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് വളരെ അഭിനന്ദനാർഹമായ ഒരു പദ്ധതിയുമായിരുന്നു. സാധാരണ ജനത്തെ സംബന്ധിച്ച്, പ്രായമായ ആളുകളെ സംബന്ധിച്ച്, വലിയ ഗുരുതര രോഗം ബാധിക്കപ്പെട്ട കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായൊരു പ്രഖ്യാപനമാണ്. ഈ മരുന്നുകളുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ഇടപെടലും സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് വന്നാൽ ആ പ്രഖ്യാപനങ്ങൾ അത് എത്രത്തോളം ഗുണം ചെയ്യാനുള്ള സാധ്യതയാണ്? ഇപ്പോൾ 36 ജീവൻ രക്ഷാ മരുന്നുകൾക്കുൾപ്പെടെ ഏതൊക്കെ തരത്തിലുള്ള ഇളവുകളാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്? രതീഷ്, 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയാണ്, കസ്റ്റംസ് തീരുവയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് വലിയ തോതിൽ മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിന് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ജന ഔഷധി പ്രകാരം തന്നെ ഏകദേശം ഈ ജനറിക് മരുന്നുകൾ, വില കുറഞ്ഞ മരുന്നുകൾ വിപണിയിൽ എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ നടപടികൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാൽവയ്പ്പാണ് ഇക്കാര്യത്തിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മറ്റൊന്ന്, പുതിയ ഒരു സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത്. അത് 3 ഡാറ്റാ സെൻ്ററുകൾ സ്ഥാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. 500 കോടി രൂപയാണ് ഇതിന് ആദ്യ നീക്കിയിരിപ്പായി ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിക്കവാറും ഒഡീഷയിൽ തന്നെ ആയിരിക്കുമെന്നുള്ളൊരു സൂചന അശ്വിനി വൈഷ്ണവ് മന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് പുതിയ മാതൃക ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ന്യൂ മോഡൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് 10 മാസത്തെ സമയം തരണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ധനക്കമ്മി GDP-യുടെ 4.8% നിജപ്പെടുത്തും എന്നുള്ള പ്രഖ്യാപനം ധനമന്ത്രി നൽകിയിട്ടുണ്ട്. പുതുക്കിയ ഒരു ഫിഗറാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള ചില പ്രഖ്യാപനങ്ങളും, അതായത് നികുതിയുമായി ബന്ധപ്പെട്ട് മുതിർന്ന പൗരന്മാർക്കുള്ള ചില ഇളവുകളും ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ചില തീരുമാനങ്ങൾ വരുന്ന ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട വില കുറയുന്നു, ഇലക്ട്രിക്കൽ വെഹിക്കിളുകളുമായി ബന്ധപ്പെട്ട വിലകൾ കുറയുന്നു, മൊബൈലുകളുടെ വിലയും കുറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. അത് ആശ്വാസകരമാണ്. മരുന്നുകളുടെ വില കുറയുന്നു, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആളുകൾ മാറുന്ന സമയമാണ്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയുന്നു, മൊബൈൽ ഫോണുകൾക്ക് വില കുറയുന്നു. ഇതൊക്കെ ആശ്വാസകരമായ നടപടികളാണ്.